അജ്മീർ ഖാജ ഖുദ്സുല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ പേരമകൻ ഹുസാമുദ്ദീൻ സാമ്പാർ ഖുദ്സുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മക്ബറയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം അജ്മീർ ഖാജ പാപ്പാക്ക് ആൺമക്കളായിട്ട് 3 പേരും ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ അതേപോലെ 2 ഭാര്യമാരായിരുന്നു. ഒന്ന് വജിഹുദ്ദീൻ മുഷ്ഹദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകള് ഇസ്മത്തുള്ള ബീവി റളിയല്ലാഹു അൻഹ. പിന്നെ പാപ്പാക്ക് 90 വയസ്സിന് ശേഷം ഡൽഹി ഭരിച്ച രാജാവ് അടിമയായി കൊടുത്ത സ്ത്രീയെ ഇസ്ലാം സ്വീകരിച്ച് ആ സ്ത്രീ സ്വന്തം ഇഷ്ടത്തിന് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. പാപ്പ അമത്തുള്ള എന്നുള്ള പേരും നൽകി. പിന്നീട് പാപ്പാനെ വിട്ടുപോകാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്ന് വിവാഹം ചെയ്തു. അതിലുണ്ടായ മകൾ ബീവി ഹാഫിള ജമാല റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 4 മക്കളാണ് പാപ്പാക്ക് ഉണ്ടായിരുന്നത്. മൂത്ത മകൻ സൽവാറിൽ നമ്മളെല്ലാവരും അജ്മീർ പോകുമ്പോൾ സൽവാറിലേക്ക് സിയാറത്തിന് പോകുന്ന ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ സൽവാർ തങ്ങൾ. പിന്നൊരു മകനാണ് പാപ്പായുടെ നേരെ മക്കാമിൻ്റെ തൊട്ടടുത്ത് ചാരി നിൽക്കുന്നൊരു മക്കാമുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പാപ്പാൻ്റെ കാൽഭാഗത്തിൻ്റെ ആ ഭാഗത്തായിട്ട് നിൽക്കുന്നൊരു മക്കാമ് ബഹുമാനപ്പെട്ട ഖാജ റിയാവുദ്ദീൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹു. ഇവർ പിന്നൊരു മകൻ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതായിരുന്നു. പിന്നെ പാപ്പാൻ്റെ മകളുണ്ട് ബീവി ഹാഫിള ജമാല, പാപ്പാൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മക്കാമ്. ഇവരിലെ ഫഖറുദ്ദീൻ സൽവാർ തങ്ങളും ബീവി ഹാഫിള ജമാല വിവാഹം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അവർ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട നാഗോർ ഷരീഫിൽ അന്ത്യവിഷമങ്ങൾ ഷാഹുൽ അമീൻ നഗോർ പാപ്പാൻ്റെ മുരീദായ ബഹുമാനപ്പെട്ടവരുടെ മകനായിരുന്നു വിവാഹം ചെയ്തത്. അതിന് 2 പേരമക്കളുണ്ട്. അവർ ചെറുപ്പത്തിലെ വഫാത്തായി. അത് ബീവി ഹാഫിള ജമാല തങ്ങളുടെ മഖബറയുടെ മുന്നിൽ തന്നെ അവരുടെ മക്കാമ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ബഹുമാനപ്പെട്ട പാപ്പാൻ്റെ മൂത്ത മകൻ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ബാവ സൽവാർ തങ്ങൾ വിവാഹം ചെയ്തു. അതിലുണ്ടായ മകനാണ് ഹുസാമുദ്ദീൻ സാമ്പാർ ഷരീഫ്. ഇപ്പോൾ നമ്മൾ കാണുന്ന മക്ബറ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ദിക്കറിൽ ലയിച്ച് ദിക്കറ് ചൊല്ലി കരളുരുകിയാണ് വഫാത്തായതെന്നാണ് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അള്ളാഹുവിൻ്റെ ദിക്കറല്ലാതെ മറ്റൊന്നും മൂപ്പര ചിന്തയിലോ മറ്റൊന്നും ഇല്ലാതെ ഒരാളോടും സംസാരമില്ലാതെ ഒഴിഞ്ഞിരുന്നിട്ട് ഒരു ഭാഗത്ത് ദിക്കറും ചൊല്ലിക്കൂടിയ മഹാനാണ് സാമ്പാർ ഷരീഫ്. അജ്മീറിൽ നിന്ന് നമ്മൾ ജയ്പൂർ ഇങ്ങോട്ട് പോരുന്ന ഡൽഹി ഭാഗത്തൊക്കെ പോകുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഫുലേറ എന്ന സ്റ്റേഷനിൽ ഇറങ്ങുക. ഫുലേറയിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് 10 റുപ്യ ബസ്സുണ്ട്. ഇവിടുന്ന് ഒരു 20-10 മിനിറ്റിൻ്റെ ദൂരെ, ഫുലേറയിൽ നിന്ന് 10-15 മിനിറ്റിൻ്റെ ദൂരം കൊണ്ട് സാമ്പാർ ഷരീഫ് എന്ന് ഇങ്ങോട്ട് സ്ഥലം പറയാം, ഈ മക്കാമിൽ എത്തിച്ചേരാവുന്നതാണ്. ടാക്സി വിളിച്ചും പോരാ, പുറത്ത് തന്നെ സാമ്പാറിലേക്ക് ഓട്ടോറിക്ഷ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടാവും. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദറജ ഉയർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.